ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ക്യൂസ് പ്ലസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അടിസ്ഥാന ശാസ്ത്രത്തിലെ 25 ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. NMMS എക്സാമുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുടെയും ഉത്തരങ്ങളുടെയും വീഡിയോ പാർട്ടുകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കൂടുതൽ ചോദ്യങ്ങൾ പഠിക്കാവുന്നതാണ്. ഇതുപോലെയുള്ള ക്യൂസ് വീഡിയോകൾ ലഭിക്കാനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ദിവസവുമുള്ള അപ്ഡേറ്റുകൾ ഉടൻ തന്നെ ലഭിക്കാനായി ബെല്ലൈക്കൺ പ്രസ് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യൂ. മോരിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ഉത്തരം ലാക്റ്റിക് ആസിഡ്. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ഉത്തരം മാലിക് ആസിഡ്. പുളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ഉത്തരം ടാർട്ടാറിക് ആസിഡ്. വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ഉത്തരം അസറ്റിക് ആസിഡ്. നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ഉത്തരം സിട്രിക് ആസിഡ്. ലബോറട്ടറികളിൽ ആസിഡ് സൂക്ഷിക്കുന്ന കുപ്പിക്ക് ലോഹ അടപ്പുകൾ ഉപയോഗിക്കാത്തതിന് കാരണം എന്താണ്? ഉത്തരം അടപ്പ് ആസിഡുമായി പ്രവർത്തിക്കും എന്നതുകൊണ്ട്. ഹൈഡ്രജൻ കണ്ടെത്തിയത് ആരാണ്? ഉത്തരം ഹെൻറി കാവൻഡിഷ്. ഹൈഡ്രജന് ആ പേര് നൽകിയത് ആരാണ്? ഉത്തരം ലാവോസിയർ. ഓക്സിജൻ കണ്ടെത്തിയത് ആരാണ്? ഉത്തരം ജോസഫ് പ്രീസ്ലി. ഓക്സിജന് ആ പേര് നൽകിയത് ആരാണ്? ഉത്തരം ലാവോസിയർ. കാർബണേറ്റുമായി ആസിഡ് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാണ്? ഉത്തരം കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പക്കാരത്തിന്റെ രാസനാമം ഏതാണ്? ഉത്തരം സോഡിയം ബൈകാർബണേറ്റ്. ഉറുമ്പിന്റെ ശരീരത്തിലുള്ള ആസിഡ് ഏതാണ്? ഉത്തരം ഫോമിക് ആസിഡ്. നിറം മാറ്റത്തിലൂടെ ആസിഡുകളുടെയും ആൽക്കലികളുടെയും തിരിച്ചറിയാൻ സഹായിക്കുന്ന വസ്തുക്കളെ അറിയപ്പെടുന്ന പേര്? ഉത്തരം സൂചകങ്ങൾ. ശുദ്ധജലത്തിന്റെ pH മൂല്യം എത്രയാണ്? ഉത്തരം 7. മോട്ടോർ വാഹനങ്ങളുടെ ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? ഉത്തരം സൾഫ്യൂരിക് ആസിഡ്. വീര്യം കൂടിയ ആസിഡുകളിൽ യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ ഏത് നിറം കാണിക്കുന്നു? ഉത്തരം ചുവപ്പ്. നിർവീര്യ ലായനിയിൽ യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ ഏത് നിറം കാണിക്കുന്നു? ഉത്തരം പച്ച. വീര്യം കൂടിയ ആൽക്കലികളിൽ യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ ഏത് നിറം കാണിക്കുന്നു? ഉത്തരം പർപ്പിൾ. ദഹനത്തിന് സഹായിക്കുന്ന ആസിഡ് ഏതാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ്. ആസിഡ് പ്ലസ് ആൽക്കലി ഗീവ്സ് ഡാഷ് പ്ലസ് ലവണം. നിർവീരീകരണം എന്ന പ്രവർത്തനത്തെ സൂചിപ്പിക്കുന്ന ഈ സമവാക്യത്തെ പൂർത്തീകരിക്കുക. ഉത്തരം ആസിഡും ആൽക്കലിയും കൂടി ചേരുമ്പോൾ ജലവും ലവണവും ഉണ്ടാകുന്നു. മഷി, തുകൽ ഇവയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? ഉത്തരം ടാനിക് ആസിഡ്. ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകളിൽ ഏതിലാണ് കണികകൾ തമ്മിൽ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഖരം. ഒരു കഷ്ണം ഐസ് ചൂടാക്കുമ്പോൾ അതിലെ കണികകളുടെ ഊർജത്തിന് എന്ത് സംഭവിക്കും? ഉത്തരം കണികകളുടെ ഊർജം കൂടുന്നു. ഒരു ഖരപദാർത്ഥം ചൂടാക്കിയാൽ അതിലെ കണികകളുടെ ചലനം, കണികകളുടെ ആകർഷണ ബലം, കണികകൾ തമ്മിലുള്ള അകലം എന്നിവയ്ക്ക് എന്ത് സംഭവിക്കുന്നു? ഉത്തരം കണികകളുടെ ചലനം കൂടുന്നു, കണികകൾ തമ്മിലുള്ള ആകർഷണ ബലം കുറയുന്നു, കണികകൾ തമ്മിലുള്ള അകലം കൂടുന്നു.